ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബീഫ് ഡ്രൈ ഫ്രൈ ആണ്. അതിനു വേണ്ടി ബീഫ് കഴുകി വൃത്തിയാക്കിയ ബീഫ് വലിയ കഷ്ണമായിട്ട് വലിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി 1 സ്പൂൺ സോയാ സോസ്, ഉപ്പ്, വിനീഗർ, കുരുമുളക് പൊടി ഇത്രയിട്ട് ഇളക്കി ഇത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ ഒരു 5-6 മണിക്കൂർ വെക്കുന്നു. ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാണ്. ഇതിനിയും ഒരു 5-6 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം. അതിന് ശേഷം നമുക്ക് അതിൻ്റെ ബാക്കി പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് ചെയ്യാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫാണ്. നമ്മൾ കുക്കറിലോട്ടിട്ട് ഇത് വേവിക്കാനാണ്. ആവശ്യമായ ഉപ്പ് ഞാനൊരു ½ ടീസ്പൂണാണ്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇത്രയിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ കുക്കറിൽ വെച്ച് വേവിക്കുന്നു. ഒരു 80% വേവാവും. കാരണം നമ്മൾ കട്ട് ചെയ്യുമ്പോഴല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. ഇതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർക്കുന്നു. ഒരുപാട് വെള്ളം വേണ്ട. ഒരു 5 വിസിലിൽ ഇത് വേവണം. വേവിച്ച് വെച്ച ബീഫ് ഫ്രൈ ചെയ്യാനായിട്ട് മാരിനേറ്റ് ചെയ്യാൻ നമ്മൾ കോൺഫ്ലവർ ഒരു 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ 2 സ്പൂണ്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഒരു 2 സ്പൂണ്, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ പെരുംജീരകം ചതച്ചത്, ഉപ്പ്, പിന്നെ ചില്ലി ഫ്ലേക്സ്, ഒരു നാരങ്ങ നീര് ഇത്രയിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ബീഫ് വേവിച്ച വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതിലോട്ടാണ് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് കട്ട് ചെയ്തിടുന്നത്, മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നത്. ഇനി നമുക്ക് ഈ ബീഫ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നിന്ന് നമുക്ക് ബീഫ് മാരിനേറ്റ് ചെയ്യാൻ ഇടാം. നല്ലോണം ഇളക്കി പരട്ടണം. ബീഫ് മാരിനേറ്റ് ചെയ്ത് വെച്ചു. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാം. നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. ഇത് ഓരോന്നായിട്ട് അങ്ങ് ഇട്ടാലും മതി. നമ്മൾ ബീഫെല്ലാം ഇട്ടിട്ടുണ്ട്. അത് തീ കൂട്ടി വെക്കണ്ട, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചെടുത്താൽ മതി. ആദ്യം നമ്മൾ ഇളക്കരുത് ഒരു കാരണവശാലും, അത് പൊടിഞ്ഞു പോകും. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മുക്കാലും ഫ്രൈ ആവണം. കൂടുതൽ ഫ്രൈ ആയാൽ കട്ടിയാവും. മുക്കാലും ഫ്രൈ ആകുമ്പോഴത്തേക്ക് നമുക്ക് കോരിയെടുക്കാം. ഇത് തിരിച്ചും മറിച്ചും ഇട്ട് നമ്മൾ ആദ്യം നമ്മൾ ഇളക്കത്തില്ല. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് അത് ഫ്രൈ ആക്കി എടുക്കുക. ഒരു സൈഡ് വെന്തിട്ടുണ്ട്. നമ്മൾ മറ്റേ സൈഡിലോട്ട് തിരിച്ച് ഇടുകയാണ്. നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അതിൽ നിന്ന് കോരി മാറ്റുക. ഇനി ഈ എണ്ണയിൽ നമ്മൾ ഗാർണിഷ് ചെയ്യാനുള്ള പച്ചമുളക് കൂടെ വറുത്തെടുക്കുന്നുണ്ട്. നമ്മൾ ഗാർണിഷ് ചെയ്യാനുള്ള പച്ചമുളകും കറിവേപ്പിലയും ഇതിനകത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഒരുപാട് കരിയരുത്, ഒന്ന് മൂപ്പിച്ചെടുക്കുക. സ്വാദിഷ്ടമായ ബീഫ് ഡ്രൈ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ ഡിഷ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.